നദിയെ സ്നേഹിക്കുന്നവരുടെ നാട്ടിൽ നമുക്ക് ഇത്രയും മനോഹരമായി നദിയെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്കറിയാം. ചുറ്റും മരങ്ങളാൽ സമൃദ്ധമാണ് ടൈബർ നദിയുടെ തീരം. വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ ജനവാസ ദ്വീപായ റോമിലെ ടൈബർ നദിയുടെ തീരത്താണ്. ഫാത്തബന ഫ്രദേലി വളരെ പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ആഡംബര നൗഗൈഡഡ് പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു കപ്പലിൻ്റെ മോഡലിലാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 2 പാലങ്ങളിലൂടെയാണ് കണക്ട് ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കടക്കാവുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക്. വളരെ നയന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് റോമൻ നഗരത്തിൽ നമുക്ക് കാണാനുള്ളത്. ഒരു നദിയുടെ നടുക്കായിട്ട് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, അത് നമുക്കിതൊന്നും ഇമാജിൻ ചെയ്യാൻ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഇവർ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഡിസൈൻ ചെയ്തതാണ്. ഒരു കപ്പലിൻ്റെ മോഡലിലാണ് ഇത് ഡിസൈൻ വരുന്നത്. അത് നമുക്ക് കാണാൻ കഴിയും. ഈ ഹോസ്പിറ്റലിൻ്റെ പിറകിലായിട്ട് ഒരു പള്ളി അനുബന്ധമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഏരിയയിലൊക്കെ വളരെയധികം എന്താ പറയുക, ഈ സിനിമ ഷൂട്ടിങ് ചെയ്യുവാനും സിനിമകളിൽ ഒക്കെയുള്ള സീനറികളിലൊക്കെ നമുക്കിവിടെ ഒത്തിരിയധികം സിനിമകളിലൊക്കെ ഇവരെടുത്തിട്ടുണ്ട്. റോമൻ ചരിത്രം പഠിക്കുമ്പോൾ ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് ടൈബർ നദിയെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. കണ്ട, നദിയെ സ്നേഹിക്കുന്നവരുടെ നാട്ടിൽ നമുക്ക് ഇത്രയും മനോഹരമായി നദിയെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്കറിയാം. ചുറ്റും മരങ്ങളാൽ സമൃദ്ധമാണ് ടൈബർ നദിയുടെ തീരം. ഈ നദി റോമിനെ നിറച്ച് പോകുന്ന ഒരേ ഒരു നദിയാണ് ടൈബർ നദി. സിറ്റിയാണോ എന്ന് നമ്മൾ പോലും തെറ്റിദ്ധരിച്ചു പോകും. കാരണം അതുപോലെയാണ് ഇവർ മരം വെച്ച് പിടിപ്പിക്കുകയും മരത്തെ സ്നേഹിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.